വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറ വിവാഹത്തിൽ നിന്ന് പതുക്കെ പിറകോട്ട് പോകുന്നത് ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈവാഹിക ജീവിതത്തിന് വൈമനസ്യം കാണിക്കുന്നു. അതിന് പല കാരണങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. സാമൂഹിക ചുറ്റുപാട്, നമ്മുടെ കലയും നമ്മുടെ സാഹിത്യവും, അതേപോലെ ചില ആളുകൾ പരത്തുന്ന തെറ്റിദ്ധാരണകളും ഒക്കെ അതിന് കാരണമായി കൊണ്ടിരിക്കുന്നു. യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ മനുഷ്യജീവിതത്തിലെ മനോഹരമായ ഈ വൈവാഹിക കൂടിച്ചേരലിനെ അവസരം കിട്ടുമ്പോഴൊക്കെയും നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും സോഷ്യൽ മീഡിയ പോലെയുള്ള പൊതു പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ ഇടപെടൽ വളരെ സജീവമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലുള്ള യുവതീ യുവാക്കൾ അവരിത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പിറകോട്ട് പോകുന്നു. എന്നാൽ അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ പറ്റുന്ന ചില പുതിയ മാതൃകകൾ കൊണ്ടുവരാൻ ചിലരെങ്കിലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ലിവിങ് ടുഗദറായി ജീവിക്കുക, അതല്ലെങ്കിൽ പരസ്പരം സഹകരിച്ച് ഇഷ്ടാനുസരണം യോജിച്ച് ഇഷ്ടമുള്ളപ്പോൾ പിരിഞ്ഞു പോകുന്ന കോഹാബിറ്റേഷൻ, അതുപോലെയുള്ള പല പ്രക്രിയകളും പുതിയ തലമുറകൾക്കിടയിൽ വേരുറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ ദുരന്തങ്ങളാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമതായി വൈവാഹിക ജീവിതത്തിൽ നിന്ന് അകലുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുമെന്നവർക്ക് തോന്നുകയും ചെയ്യുന്നത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അവർ സമൂഹത്തിൽ നിന്ന് അകലുന്നു. ആരോടും ഒരു കടപ്പാടുമില്ലാത്തവരായി അവർ മാറുന്നു. മാതാപിതാക്കളോടോ അല്ലെങ്കിൽ കുടുംബത്തോടോ കൂട്ടുകാരോടോ തൻ്റെ സഹവാസികളോടോ ആരോടും ഒരു കടപ്പാടുമില്ലാത്തവരായി അവർ മാറുന്നു. എന്തിനധികം തൻ്റെ കൂടെ ജീവിക്കുന്നവനെ പോലും വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നിരന്തരം നമ്മുടെ മീഡിയകളിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊന്ന് യുവതീ യുവാക്കളുടെ ആത്മഹത്യകളാണ്. ഭർത്താവിനെ വേർപിരിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോവുക, 3-4 ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും പൊന്തക്കാട്ടിലോ കൊക്കയിലോ ഏതെങ്കിലും നദിയിലോ പുഴയിലോ തൻ്റെ ബെഡ്റൂമിലോ ചോരയിൽ കുളിച്ചോ അല്ലാതെയോ കിടക്കുന്ന പെൺകുട്ടികളെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ബന്ധങ്ങളുടെ വില അറുത്തുകളയാൻ ശ്രമം നടത്തിയപ്പോൾ സത്യത്തിൽ സ്വന്തം ജീവന് പോലും വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഏത് സമയവും വേർപിരിയാം. തൻ്റെ കാമുകനുമായി ചേർന്ന് ജീവിക്കുമ്പോൾ ഏത് സമയവും വേർപിരിയാം, നൂലാമാലകളില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു ബന്ധത്തിൻ്റെ പരിശുദ്ധി എന്താണെന്ന് അവർക്കറിയില്ല. വൈവാഹിക ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ ആ ബന്ധത്തിൻ്റെ പരിശുദ്ധി പറഞ്ഞ് മനസ്സിലാക്കാൻ ബന്ധുക്കളും നാട്ടുകാരണവന്മാരും മഹല്ല് കമ്മിറ്റിയും പണ്ഡിതന്മാരും ശാസ്ത്രീയമായ മനഃശാസ്ത്ര കൗൺസിലിങ്ങും ഒക്കെ നടത്തിയിട്ട് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജീവിതം എന്താണെന്ന് അവർക്കറിയാൻ സാധിക്കുന്നു. ഇവിടെ താന്തോന്നികളായി ജീവിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. അതേപോലെ ക്യാമ്പസുകളിലും മറ്റും, അതല്ലെങ്കിൽ നഗരങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ തോന്നിയതുപോലെ കൂട്ടിയോജിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് സന്താനോൽപാദനത്തോട് താല്പര്യമില്ല. ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നു, ഒരേ ഫ്ലാറ്റിൽ ഒരേ റൂമിൽ. പക്ഷെ അവർക്ക് ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ താല്പര്യമുണ്ട്,
പക്ഷേ അവർക്ക് സന്താനോൽപാദനത്തിന് താല്പര്യമില്ല, അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. ഇങ്ങനെ സന്താനോൽപാദനത്തിൽ താല്പര്യമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കെവിടെയോ ഒരാൾ പറയുന്നു നമ്മൾക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന്. അവിടെ വെച്ചുകൊണ്ട് രണ്ടുപേർ പിരിയുന്നു. വേറെ ചില ഘട്ടങ്ങളിൽ ഗർഭിണിയായതിനു ശേഷം വേർപിരിഞ്ഞു പോകുന്നു. വേറെ ചില ഘട്ടങ്ങളിൽ കുട്ടിയായതിനു ശേഷം പെണ്ണൊറ്റപ്പെട്ടു പോകുന്നു. അവൾ തൻ്റെ കുഞ്ഞിനെ ജനാലക്ക് വെളിയിലേക്ക് വലിച്ചെറിയുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നു. കൊന്ന് ക്ലോസറ്റിലിട്ട് വെള്ളമൊഴുക്കി കഴുകിക്കളയുന്ന ദുരന്തങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മഹത്യകളും കുഞ്ഞുമക്കളെ കൊല്ലുന്നതുമൊക്കെ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വിവാഹത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. സ്വർഗീയമായ ഒരു ചടങ്ങാണ് വിവാഹമെന്ന് പറയുന്നത്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ ഉമ്മയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പടച്ച തമ്പുരാൻ ലോകത്തിന് സമർപ്പിച്ച മനോഹരമായ സംവിധാനമാണ് വിവാഹമെന്ന് പറയുന്നത്. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കിപ്പുറവും അതിൻ്റെ മേന്മ ചോർന്നു പോവാതെ വിവാഹം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പുതിയ തലമുറയിലെ യുവതീ യുവാക്കളോട് നമ്മൾക്ക് പറയാനുള്ളത് വൈവാഹിക ജീവിതത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കണം. ഇന്നത്തെ ഖുതുബയിലുടനീളം പരാമർശിക്കുന്നത് അതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ യുവസമൂഹമേ, മനിസ്തത്വാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ ആർക്കാണോ വൈവാഹിക ചെലവിന് സാധ്യമാവുക. ഇസ്ലാമിൽ വിവാഹത്തിന് ഒരു നൂലാമാലകളുമില്ല. മറ്റിതര സമൂഹങ്ങളിലുള്ളതുപോലെ അശാസ്ത്രീയമായ ഒരു നിയമവും പരിശുദ്ധ ഇസ്ലാമിലില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഇവിടെ പറയുന്നത് വൈവാഹിക ചെലവിന് സാധിക്കുന്നവർ എന്നാണ്. എന്താണ് ഈ വൈവാഹിക ചെലവ് എന്ന് പറഞ്ഞാൽ? ആ വിവാഹം നടക്കുന്ന ദിവസം തൻ്റെ ഇണക്ക് വേണ്ട ഭക്ഷണവും താമസവും പാർപ്പിടവും കൊടുക്കാൻ കഴിയുമോ? അതിന് കഴിയുന്നവൻ അവൾക്ക് വല്ലതും മഹർ കൊടുക്കാൻ കഴിയുമോ? അത് കഴിയുന്നവൻ ഫല്യതസവ്വജ്, അവൻ വിവാഹം ചെയ്യട്ടെ. നാടുനീള പന്തലിടൽ, അതല്ലെങ്കിൽ വോട്ട് ലിസ്റ്റ് നോക്കിയിട്ട് ആളെ ക്ഷണിക്കൽ, അതല്ലെങ്കിൽ വലിയ വലിയ കാറ്ററിങ്ങുകാരെ വിളിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കൽ, ഇതൊന്നും ഒരു നിക്കാഹിന്റെ നിബന്ധനയായി പറയപ്പെടുന്നതല്ല. അതൊക്കെ അവരവരുടെ കഴിവനുസരിച്ച് അവരവർ ചെയ്യേണ്ടതാണ്. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുകയല്ല. ഇതൊന്നും ഒരു മനുഷ്യന്റെ നിക്കാഹിനെ തടയേണ്ട വസ്തുതകളല്ല. വൈവാഹിക ചെലവിന് സാധിക്കുന്നവർ വിവാഹം കഴിക്കണം. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അതവന്റെ കണ്ണിന് കുളിർമയാണ്. വഅഹ്സനു ലിൽ ഫർജ്, 1400 കൊല്ലങ്ങൾക്കപ്പുറം ലോകം നോക്കിക്കണ്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു, അതവന്റെ ലൈംഗികതക്ക് സുരക്ഷയാണ്. അവന്റെ സ്വകാര്യ ജീവിതം ഭദ്രമാവാൻ ഒരു വിവാഹം അത്യാവശ്യമാണ്. മനുഷ്യൻ നാൽക്കാലികളെ പോലെ ജീവിക്കേണ്ടവനല്ല. അല്ലെങ്കിൽ ആരോ പറയുന്നത് പോലെ തോന്നിയതുപോലെ കൂടി തൂന്നിയതുപോലെ പിരിയേണ്ടവരല്ല മനുഷ്യർ. അവരുടെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാവണം. പലപ്പോഴും പല കാരണങ്ങൾ പറയാൻ, എനിക്ക് ജോലിയാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവട്ടെ, അല്ലെങ്കിൽ വയസ്സൊരു 30 ആവട്ടെ, അല്ലെങ്കിൽ 25 കഴിയട്ടെ, അല്ലെങ്കിൽ ഇന്നയാളുടെ കല്യാണം നടക്കട്ടെ, ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് അതിൽ നിന്നകലുന്നത് ഒരു പക്ഷേ ജീവിതത്തിലെ വലിയ അനർത്ഥങ്ങളിലേക്കുള്ള വഴി നടത്തമാവുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇനിയോ വൈവാഹിക ചെലവിന് ഒരു മനുഷ്യന് കഴിയില്ല, അത്രയും ദുർബലനാണ് അയാൾ. അയാളോട് പറഞ്ഞു, വമല്ലം യസ്തതി, ഒരാൾക്ക് വൈവാഹിക ചെലവിന് കഴിയില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. മറിച്ചവൻ മൃഗതുല്യനായി മാറരുത്, അല്ലെങ്കിൽ അവൻ താന്തോന്നിയായി മാറരുത് എന്നാണ് പരിശുദ്ധ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നൂലാമാലകളൊന്നുമില്ല, അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുത് വിവാഹമെന്ന് പറയുന്നത്. ഇനി പരിശുദ്ധ ഖുർആനിലേക്ക് വന്നാൽ എന്തിനാണ് അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു. അതൊരു വലിയ അത്ഭുതമാണ്. അത് മറ്റൊരിക്കൽ വിശദീകരിക്കപ്പെടേണ്ടതാണ്. ലോകത്തുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിന്റെ 49-ാമത്തെ വചനം, വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ വസ്തുക്കളിലും നാം ഇണകളെ സൃഷ്ടിച്ചു. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വ വസ്തുക്കളിലും നാം ഇണകളെ സൃഷ്ടിച്ചു. ലഅല്ലക്കും തദക്കറൂൻ,
നിങ്ങൾ ചിന്തിക്കുന്നവരും പഠിക്കുന്നവരുമാവാൻ വേണ്ടി. ഇതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒറ്റയായ ഒന്ന് ലോകത്തുണ്ടെങ്കിൽ അത് ഏകനായ അള്ളാഹു മാത്രമാണ്. ബാക്കിയെല്ലാം ഇരട്ടകളാണ്. ഏകനായ ഒരുത്തൻ, അവൻ അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇതേപോലെ അള്ളാഹു മനുഷ്യരിലും ഇണകളെ സൃഷ്ടിച്ചു. എന്തിനാണ് മനുഷ്യരിൽ ഇണകളെ സൃഷ്ടിച്ചത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്ത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും, അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു, മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നു തന്നെ, അസ്വാജൻ, ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. മനോഹരമാണ് ആ പ്രഖ്യാപനം. ഭാര്യയും ഭർത്താവും ഒരു ശരീരത്തിന്റെ രണ്ട് അവയവങ്ങളെപ്പോലെ ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്ന സന്ദേശമാണത്. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്കുള്ള ഇണയെ അള്ളാഹു സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്തിനാണ് ഇണയെ സൃഷ്ടിച്ചത്? ഒരു ലൈംഗിക ഉപകരണം വാങ്ങാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും നിമിഷത്തെ സുഖം കൈവരിക്കാൻ വേണ്ടി മാത്രമാണോ ഇണ? അല്ല. ലിതസ്കുനു ഇലൈഹ, തൻ്റെ ഇണയിലേക്ക് ചേർന്നുകൊണ്ട് സമാധാനം കൈവരിക്കാനാണ്. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ആ സമാധാനം കൈവരിക്കാനുള്ള മാർഗമാണ് ഇണയെ സൃഷ്ടിച്ചു തന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇനിയോ, മനുഷ്യ ജീവിതം എപ്പോഴും സന്തോഷകരമായി കൊള്ളണമെന്നില്ല. കുടുംബജീവിതം നയിക്കുമ്പോൾ പ്രയാസങ്ങൾ കടന്നു വരും. അല്ലറ ചില്ലറ പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ ഉടലെടുത്തെന്ന് വരും. എന്നാൽ ജീവിതം സമാധാനപൂർണമാക്കാൻ രണ്ട് ചേരുവകൾ നിങ്ങളുടെ കൂടെ കരുതണമെന്ന് പരിശുദ്ധ ഖുർആൻ. കീശ നിറയെ പണമുണ്ടാവണം, അല്ലെങ്കിൽ വലിയ വീടുണ്ടാവണം, സാരിക്ക് പറയുമ്പോൾ സാരിയും പർദ്ദക്ക് പറയുമ്പോൾ പർദ്ദയും വാങ്ങിക്കൊടുക്കണം, എന്നാലേ സമാധാനമുണ്ടാവൂ എന്നല്ല. മറിച്ച് ഖുർആൻ പറയുന്ന രണ്ട് ചേരുവകൾ ഇതുണ്ടായാൽ കുടുംബം സന്തോഷമാവും. ഏതാ രണ്ട് ചേരുവകൾ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ വെച്ചു തന്ന ഒന്ന് റഹ്മത്താണ്, കരുണയാണ്. മറ്റൊന്ന് മവദ്ദ, നിഷ്കളങ്കമായ പ്രണയം, നിഷ്കളങ്കമായ സ്നേഹവും കരുണയുമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനില്ലെങ്കിലും പുതക്കാനില്ലെങ്കിലും ജീവിതം സമാധാനപൂർണമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. കുടുംബജീവിതം നയിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും. ആ കുടുംബത്തിൽ വിള്ളൽ വരുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒരൽപ്പം കരുണ ഞാൻ കാണിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരൽപ്പം അനുരാഗം, ഒരൽപ്പം പ്രണയം ഞാൻ എൻ്റെ പാർട്ട്ണർക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾക്കിടയിലുള്ളൂ. ആ കുടുംബം നമ്മൾ പഠിക്കേണ്ടത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. പലപ്പോഴും നമ്മുടെ കുടുംബം അസമാധാനത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ രണ്ടുപേരും തയ്യാറാവാത്തപ്പോഴാണ്. അതേപോലെ സ്നേഹം ഒളിപ്പിച്ചു വെക്കുമ്പോഴുമാണ്. അയൽവക്കത്തെ സഹോദരി ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പറയും. എന്നാൽ കൊല്ലം 365 ദിവസവും ഭക്ഷണം വിളമ്പിത്തരുന്ന തൻ്റെ പങ്കാളിയോട് എന്ത് രസമുണ്ടടി ഇന്ന് നീ ഉണ്ടാക്കിയ ഭക്ഷണമെന്ന് പറയാൻ നമ്മൾക്ക് മടിയാണ്. സ്നേഹം തുറന്നു പറയാൻ നമ്മൾ മടി കാണിക്കുമ്പോൾ കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടാവും. ഞാൻ ഓർത്തു പോവുകയാണ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ദാത്തുസ്സലാസിൽ സൈന്യത്തിന്റെ ലീഡറായി ചുമതലയേറ്റ് അള്ളാഹുവിന്റെ പ്രവാചകരോട് പോകാൻ സമ്മതം ചോദിക്കാൻ വേണ്ടി വന്ന സമയം, ഒരു വേള പ്രവാചകരോട് അംർ ഇബ്നുൽ ആസ് ചോദിച്ചു, നബിയെ, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, മനുഷ്യരിൽ അങ്ങേറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? വാതിലിന്റെ മറവിൽ നിന്ന് എല്ലാം കേൾക്കുന്ന ആയിഷ ശ്രദ്ധിക്കുകയാണ്. ആരെയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവൻ പറയുന്നത്? ആരെയാണ് അങ്ങേക്ക് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ ഒട്ടും മടിയില്ലാതെ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ പങ്കാളിയായ ആയിഷയെയാണ്. അതാണ് കരുതൽ, അതാണ് പ്രണയം. വീണ്ടും അംർ ഇബ്നുൽ ആസ് ചോദിച്ചു, നബിയെ, മിനർ റിജാൽ, ഞാൻ ആണുങ്ങളിൽ ആരെയാണ് എന്ന് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് എന്തായിരിക്കും മറുപടി പറയാം? എല്ലാവർക്കും അറിയാം അബൂബക്കറിനെ എന്നായിരിക്കും പറയാ. പക്ഷേ ആ പറഞ്ഞ രീതി അങ്ങനെ ആയിരുന്നില്ല. ആണുങ്ങളിൽ അങ്ങാരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, അബൂഹ, അവളുടെ ബാപ്പയെയാണ് എനിക്കിഷ്ടം. അബൂബക്കർ എന്ന് പറഞ്ഞാൽ ആയിഷാന്റെ ബാപ്പയാണ്. പക്ഷേ അവിടെ അബൂബക്കർ എന്ന് പറയാതെ അവിടെ നിന്ന് പറഞ്ഞു, അബൂഹ,
ഓളെ വാപ്പയാണ് എനിക്കിഷ്ടം. അതാണ് കരുതൽ, അതാണ് സ്നേഹം, അതാണ് മവദ്ദ. അപ്പൊ വൈവാഹിക ജീവിതം വളരെ വലിയ ഒന്നാണ്. ഇനി ആയിഷ ബീവി തൻ്റെ ഭർത്താവിൽ നിന്ന് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ആയിഷ പറയുന്ന ഒരു മറുപടി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആയിഷ ബീവി പറഞ്ഞത് വാങ്ങിത്തന്ന പാദസരത്തിന്റെ തൂക്കത്തെക്കുറിച്ചല്ല, മറിച്ച് ആയിഷ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവൻ വഫാത്തായത്, എൻ്റെ ഹബീബ് വിട പറഞ്ഞത് മാ ബൈന സഹരി വ നഹരി, എൻ്റെ നെഞ്ചിൻ കൂടിൻ്റെ താഴെ, എൻ്റെ കഴുത്തിൻ്റെ താഴെ, എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് അവിടുന്ന് കണ്ണടച്ചത്. അവസാനം കണ്ണടക്കുന്നതിന് മുമ്പ് അവിടുന്ന് എനിക്ക് തന്നത് വഫാത്തിന്റെ സമയത്ത് അവിടുത്തെ ഉമിനീരും എൻ്റെ ഉമിനീരും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തന്നിട്ടുണ്ട്. ഇതിനേക്കാൾ ആയിഷക്ക് എന്താണ് വേണ്ടത്? അവസാനം അവിടുത്തെ ഉമിനീരിന്റെ നനവ് എൻ്റെ വായിലും എൻ്റെ ഉമിനീരിന്റെ നനവ് അവിടുത്തെ വായിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തന്നിട്ടുണ്ട്. ഇതിലധികം ഒരു ഭാര്യക്ക് എന്ത് വേണമെന്ന് ബീവി ആയിഷ. അതാണ് പ്രണയം, അതാണ് അനുരാഗം. അല്ലാതെ വഴിയിൽ എവിടെയോ കണ്ടവളുടെ അഴകും ചൊറുക്കും കണ്ട് അവളുടെ പിറകെ കൂടി നാടും നാട്ടുകാരും സമൂഹവും ഒന്നും വേണ്ട, ഞങ്ങൾ ജീവിക്കുമെന്ന വെല്ലുവിളിയല്ല പ്രണയം. തൻ്റെ പ്രിയപ്പെട്ട പങ്കാളിയോട് ആത്മാർത്ഥമായി കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമുണ്ടാവണമെങ്കിൽ വിവാഹ ജീവിതം നയിക്കണം. കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞപ്പോ പറഞ്ഞു സമ്പത്തും വഴിയുമൊക്കെ കഴിവുള്ളവൻ പോയാ മതി. അതേപോലെ സക്കാത്ത് കൊടുക്കേണ്ടവൻ ആ സക്കാത്തിന്റെ മുതൽ എത്തിച്ചേർന്നവനെ കൊടുക്കണ്ടു. എന്നാൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് ഇയകൂനു ഫുഖറാ, അവർ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു കൊടുത്തോളും അവർക്ക് ഐശ്വര്യം, അവന്റെ ഔദാര്യം അവൻ വർഷിച്ചു കൊടുക്കും. വിവാഹത്തിൽ നിന്ന് അവർ വിട്ടു നിൽക്കരുത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാളെ സഹായിക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുത്തതാണ്. ഒന്ന് അന്നാകിഹു യുരീദുൽ അഫാഫ്, ജീവിതത്തിൽ തെറ്റ് വരുമെന്ന് പേടിച്ച് വിവാഹം ചെയ്യുന്ന ഒരു സാധു, അവന് വ്യഭിചാരത്തിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചവൻ വിവാഹം ചെയ്യാൻ. വേറെ വഴിയൊന്നും അവന്റെ മുന്നിലില്ല. അള്ളാഹു അവനെ സഹായിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വഫാത്തായി. പിറ്റേ ദിവസം തന്നെ മഹാനവർകൾ മറ്റൊരു വിവാഹം നടത്തി. ആരാണ് അഹ്മദ് ഇബ്നു ഹംബൽ? 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള ലോകം കണ്ട മഹാപണ്ഡിതനാണ്. അപ്പൊ ചോദിച്ചു, അല്ല അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ, ഇന്നലെ അല്ലേ ഭാര്യ മരിച്ചത്, ഇന്നു തന്നെ നിങ്ങൾ വേറൊരു വിവാഹം നടത്തുകയോ? അതിന് മഹാനവർകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇന്നി അക്റഹു അൻ അബീത ആസിബ, വിഭാര്യനായി ഇണയില്ലാതെ ഒരു രാത്രി കടന്നുറങ്ങുന്നത് ഞാൻ വെറുക്കുന്നു. അതെന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തതാണ്, അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ട് ഭർത്താവ് ഭാര്യ മരിച്ചു പോയതിനു ശേഷവും പുനർവിവാഹം നടത്താൻ കഴിവുണ്ടായിട്ട് നാട്ടുമാമൂല് പേടിച്ച് ആരെയൊക്കെയോ ഭയന്ന് വിവാഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ പോലും നമുക്കിടയിൽ ഉണ്ടാവും. അതല്ല ഇസ്ലാമിന്റെ രീതി. ഒരു നൂലാമാലയും പരിശുദ്ധ ഇസ്ലാമിലില്ല. ഇണയോട് ചേർന്ന് മരണസമയം വരെ ജീവിക്കാൻ കഴിയുമെങ്കിൽ സക്കറാത്തിൽ കഴിയുമ്പോഴും അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, സവ്വിജൂനി, നിങ്ങൾ എനിക്കൊരു കല്യാണം കഴിച്ചു തരൂ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോഴാണോ നിങ്ങൾക്ക് പെണ്ണ്? അതിന് മഹാനവർകൾ പറഞ്ഞത്, ഭാര്യയില്ലാത്തവനായി ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതിനു വേണ്ടിയാണ് എനിക്ക് ഭാര്യ, അല്ലാതെ അവളെ ചേർത്ത് പിടിച്ച് ഇക്കിളിപ്പെടുത്താനല്ല. ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ എനിക്കുമുണ്ടൊരു പങ്കാളി എന്ന് അന്തസ്സോടെ പറയണം, അതിനാണ് ഭാര്യ. അതുകൊണ്ട് സാധിക്കുന്നവർ വൈവാഹിക ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കാതെ ഇസ്ലാമികമായ നിക്കാഹ് കർമ്മത്തിൽ ഏർപ്പെടണം. അതിനുള്ള മാമൂലുകൾ തച്ചുടച്ചുകൊണ്ട് യുവാക്കൾക്ക് ഇണകളെ കണ്ടെത്തി കൊടുക്കണം. സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെ കണ്ടെത്താൻ സഹായിക്കണം. അതിന് പാരപണിയുന്നവരായി മാറാതെ നന്മയുടെ കൂടെ കൂടാൻ അള്ളാഹു നമ്മയൊക്കെ സഹായിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.